ഗുഡ് മോർണിംഗ് ഗൈസ്. ഇതിപ്പോൾ ഞങ്ങൾ സെഡ്യൂണയിലേക്കുള്ള വഴിയിലാണ്. ഇതേ സ്ഥലത്തിന്റെ പേര് ഹൂച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിറ്റ് സ്റ്റോപ്പ് ആയിട്ട് നിർത്തിയേക്കാണ്. സുരേഷ് എന്നാ തപ്പണേ? എന്നാ സുരേഷ് തപ്പണേ? കണ്ടുപിടിക്കുന്നുള്ളതാണ്. ആ എന്നാ നോക്കണേനാ? ഡിസിൻഫെക്ടന്റ് സ്പ്രേ. ടോയ്ലറ്റിൽ പോണതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഡിസിൻഫെക്ടന്റ് സ്പ്രേ ഒക്കെ തപ്പി ഇങ്ങനെ സുരേഷ് ഏട്ടൻ രാവിലെ തുടങ്ങിയിട്ടുണ്ട്. നല്ല സുഖമായ യാത്രയായിരുന്നു. നല്ല ചാട്ടം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത്ര നേരം കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇരുന്ന് ഉറങ്ങണ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏതായാലും പൂച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മ്യൂസിയത്തിൽ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ആ പബ്ലിക് ടോയ്ലറ്റിൽ ഇങ്ങനെ ഞങ്ങൾ നിർത്തിയേക്കാണ്. ഓരോരുത്തരായിട്ട് ടോയ്ലറ്റിൽ പോകുന്നു, പല്ല് തേക്കുന്നു, മുഖം കഴുകുന്നു, തുടങ്ങിയ കലാപരിപാടികളിലൊക്കെ ഏർപ്പെടുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂറോടെ അപ്പുറത്ത് സെഡ്യൂണ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒന്നുകൂടെ നിർത്തി കുറച്ചുകൂടെ പരിപാടികൾ ഒന്നുകൂടെ ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾക്ക് ഇന്ന് പോകേണ്ട സ്ഥലത്തേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉല്ലാസ് ഭായി, നമ്മൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുന്നുണ്ടോ? ആണ്. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഏതായാലും ഉല്ലാസ് ഭായി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് ഇവിടുന്ന് ഇനി യാത്ര തുടരാം. അപ്പോൾ ഞാനും ഒന്ന് പെട്ടെന്ന് പോയി ഫ്രഷ് ആവട്ടെ. അപ്പോൾ കാഴ്ച ഇവിടെ ഞങ്ങൾ വാഷ്റൂം യൂസ് ചെയ്യാനായിട്ടാണ് നിർത്തിയെങ്കിൽ പോലും കുറേ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പൂച്ചിറ എന്ന് പറയുന്ന സ്ഥലവും. ഇവിടെ ഉള്ള ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ തന്നെ. 1920 ഈ സ്ഥലം എന്താ പറയുക കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ സർവേ ചെയ്യപ്പെടുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ആദ്യകാല വംശജരായ ഈ ഓസ്ട്രേലിയയിൽ അബോറിജിനൽസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അന്നത്തെ ഇവിടുത്തെ ഒരു അബോറിജിനൽ രാജാവായിരുന്ന ഒരു പൂജേരി എന്ന് പറഞ്ഞ ഒരു രാജാവിൻ്റെ പേരിന് ശേഷമാണ് ഈ ടൗണിന് ഇങ്ങനെ പൂച്ചിറ എന്ന് പറഞ്ഞ പേരും വന്നേക്കണത്. അത് ഇവിടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ കൃഷിക്കും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ മെഷീനറീസൊക്കെ ഇവിടെ കാണാം. ഓരോന്നിനും പേരും ടാഗും ഒക്കെ കൊടുത്ത് നന്നായിട്ട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവരിവിടെ. ആയിരത്തി 1920 ഇവിടെ നിർമ്മിച്ച ഒരു വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു കുടിലെന്ന് വേണമെങ്കിൽ പറയാവുന്ന സെറ്റപ്പാട്. പീറ്റേഴ്സ് ഹംപി എന്നാണ് ഇതിൻ്റെ പേര്. പീറ്റർ ഷെറിഡൻ എന്ന് പറഞ്ഞ ഒരാൾ 1920 ഉണ്ടാക്കിയെടുത്ത ഒരു വീടാണിത്. വീട് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഈ കാണാവുന്ന പോലത്തെ മരത്തിൻ്റെ ശിഖരം കൊണ്ടും ഈ മണ്ണെണ്ണ ഡപ്പയുടെ ഷീറ്റ് കൊണ്ടും അകത്തെ ഫ്ലോറിങ് എല്ലാം ചെയ്തേക്കുന്നത് വീറ്റ് ബാഗ് കൊണ്ടുമാണെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം 1920 കാലഘട്ടത്തിൽ ഒരാൾ നിർമ്മിച്ചതാണ് ഇത്. ഫുള്ളി റീസൈക്കിൾഡ് മെറ്റീരിയൽസ് കൊണ്ടിട്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു സെറ്റപ്പാണിത്. ഹോളായിരിക്കും ഇത്, ബെഡ്റൂം ആയിരിക്കും, മിക്കവാറും കിച്ചണും ഉണ്ടാവും. അല്ലെങ്കിൽ മിക്കവാറും ഇപ്പോഴത്തേക്ക് പോലത്തെ ഒരു ഓൺ സ്വീറ്റ് ആയിരിക്കും മിക്കവാറും. എല്ലാം കൂടെ ഒറ്റ സെറ്റപ്പിൽ ചെയ്ത് വെച്ചേക്കണേ. എന്താലേ അടിപൊളി കൺസ്ട്രക്ഷൻ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അവരിവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവമെന്നും എന്നാ നിർമ്മിച്ചതെന്നും ആരാ നിർമ്മിച്ചതെന്നും എങ്ങനെ നിർമ്മിച്ചതെന്നും ഉള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് പീറ്റേഴ്സ് ഹംപി. ഒരു ബ്രേക്ക്ഫാസ്റ്റ് അപാരത. ഉല്ലാസ് ഭായ് ഉണ്ടാക്കിയ ചായയും നല്ല ബ്രിട്ടാനിയുടെ റസ്കും. ബിസ്ക്കറ്റ് ഞാനാണ് മോളിൽ നിന്ന് എല്ലാവർക്കും ബിസ്ക്കറ്റ് അല്ല, ഞാൻ റസ്ക് തന്നെ പറഞ്ഞു. ബ്രിട്ടാനിയ റസ്ക് ഇന്നലെ വേർഹോസിൽ പിക്ക് ചെയ്ത് ഞാൻ സാം പറഞ്ഞോ. ചായ കുടിച്ചോണ്ട് അറിഞ്ഞേട്ടൻ നാട് ഫ്രണ്ടിൽ എമ്പൂരാന്റെ റിവ്യൂ കണ്ടോണ്ടിരിക്കുന്നു. അറിഞ്ഞേട്ടാ ഇവൻ അറിയാണ്ട് പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസറിന്. ഹലോ, മോഹൻലാൽ അറിയാണ്ട് പറഞ്ഞു ആണല്ലേ? എമ്പുരാൻ കാണാൻ പോണ്ടേ? ആന്റണി പെരുമാറിന്റെ പേര് ആശീർവാദ് സിനിമാസ്, എന്നിട്ട് മോഹൻലാൽ അറിയാണ്ട് പറഞ്ഞു ആക്ടർ ആസ് എ പ്രൊഡ്യൂസറിന്. അപ്പൊ എന്നാ പിന്നെ ചായ കുടിച്ച് തുടങ്ങുമല്ലോ പരിപാടി. അപ്പൊ ഇന്നത്തെ കലാപരിപാടികൾ ആരംഭിക്കാൻ കേട്ടോ. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോയിന്റ് സിൻക്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിങ്ക് ലേക്ക് കാണാനായിട്ടാണ്. നല്ല കല്ലും മുള്ളും നിറഞ്ഞ മണൽ നിറഞ്ഞ നല്ല പൊടി പാറിയുള്ള യാത്രയാണ് ഏതായാലും പോയിക്കൊണ്ടിരിക്കുന്ന വഴി. പോയിന്റ് സിൻക്ലെയർ പിങ്ക് ലേക്ക് ലൊക്കേറ്റ് ചെയ്തേക്കുന്ന സെഡ്യൂണ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്താണ് പിങ്ക് ലേക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധാരണ രീതിയിലുള്ള ഒരു ലേക്കാണ്. അതിന് റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ വെള്ളമായിരിക്കും. വെള്ളത്തിന്റെ കളർ അങ്ങനെയായിരിക്കും. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു ആൽഗെ അല്ലെങ്കിൽ ബാക്ടീരിയ, ഒരു എന്താ പറയണേ, ഒരു സാൾട്ട് ടോളറന്റ് ആയിട്ടുള്ള ഒരു
ആൽഗയുടെ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയുടെ പ്രസൻസ് കാരണമാണ് ആ ഒരു കളർ ചേഞ്ച് ആയിട്ട് നിൽക്കുന്നത്. ഈ കളർ ഡിപ്പെൻഡിങ് ഓൺ ദ വെദർ, ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം യു വിസിറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഇന്ന സമയത്ത് ഒരു ചെറിയൊരു പിങ്കിഷ് ഷെയ്ഡ് ഉണ്ടായിരുന്നു ഒരു സൈഡിൽ ഫ്രഷ് വാട്ടറാണ്. അപ്പോൾ നല്ല അമേസിങ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഈ വഴി കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾ ഏതായാലും കുറച്ച് ഡ്രോൺ ഷോട്ട്സ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്നുള്ള യാത്ര വീണ്ടും തുടങ്ങി. ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നല്ലബോർ റോഡ് ഹൗസ് എന്നൊരു സ്ഥലത്താണ്. ഇത് ബേസിക്കലി സ്പീക്കിംഗ് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെയും സൗത്ത് ഓസ്ട്രേലിയയും ബോർഡറിനടുത്തായിട്ടാണ്. ഇന്നലെ വിക്ടോറിയയിൽ നിന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയ യാത്ര ഇന്നിപ്പോൾ ഏതാണ്ട് സൗത്ത് ഓസ്ട്രേലിയയും പിന്നിട്ട് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇതിവിടെ വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ളൊരു അട്രാക്ഷനാണ് ഈ സ്ട്രെച്ചിലുള്ളത്. ഇതൊരു ഫ്യൂവൽ സ്റ്റേഷൻ പ്ലസ് ഒരു മോട്ടൽ അക്കോമഡേഷൻ പ്ലസ് ഗ്രോസറീസ് പ്ലസ് ക്യാമ്പർ വാൻ പാർക്കുകൾ എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു സജ്ജീകരണമാണ് ഈ കാണുന്നത്. അപ്പോൾ ഗായ്സ് ഈ കാണുന്നതാണ് ഇപ്പോഴത്തെ റോഡ് ഹൗസും മോട്ടലും ഫ്യൂൽ സ്റ്റേഷനും എല്ലാം കൂടെ ഉള്ളത്. ഇതിന് മുമ്പുണ്ടായിരുന്ന കോലം ഈ കാണുന്ന ഒരു ചെറിയ ഷെഡും ആ കാണുന്ന ഒരേ ഒരു ഫ്യൂൽ പമ്പുമായിരുന്നു. അപ്പോൾ ഈ ചെറിയ സെറ്റപ്പിൽ നിന്നാണ് ഇത്രയും വലിയ സെറ്റപ്പിലേക്ക് ഇവർ മാറിയത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമായിരിക്കുമല്ലോ ഇവിടുത്തെ ട്രാഫിക് എന്തോരുമായിരിക്കും, എത്ര പേര് ഇവിടെ വരാറുണ്ടായിരിക്കും എന്നൊക്കെയുള്ള കാര്യത്തിനെ കുറിച്ച്. ഈ റൂട്ടിൽ ഇവിടെ സഞ്ചരിക്കുന്ന എല്ലാവരും തന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാറുണ്ട്, സാധനങ്ങൾ മേടിക്കാറുമുണ്ട്, ചിലരിവിടെ സ്റ്റേ ചെയ്യാറുണ്ട്. ഇപ്പോൾ അതാ ഞങ്ങൾ നിർത്തി വണ്ടി ഫ്യൂവൽ അടിച്ചു, ഫ്രിഡ്ജ് മാഗ്നറ്റും പിന്നെ വണ്ടിയിലേക്കൊരു സ്റ്റിക്കറും മേടിച്ച് ഞങ്ങളും ഇനി ഇവിടെ നിന്ന് ഞങ്ങളുടെ ലഞ്ച് വണ്ടിക്കകത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ലഞ്ചും കഴിച്ച് വേണം ഇനി ഇവിടെ നിന്ന് യാത്ര തുടങ്ങാൻ. ഇനി ഇവിടെ നിന്ന് പോകുമ്പം ഇനി അടുത്ത ഒരു 88 കിലോമീറ്റേഴ്സിലേക്ക് ക്യാമലും കാങ്കരും ക്വാലാബിയറും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്നൊക്കെയാണ് ഇവിടെ വാർണിംഗ് സൈൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആ കാണുന്ന പോലെ വാർണിംഗ് സൈനുകളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല കാറ്റാണ്, നല്ല പൊടിക്കാറ്റാണ്. പിന്നെ ഇത് NRMയുടെ ഒരു ചാർജിങ് സ്റ്റേഷൻ, ഇലക്ട്രിക് കാറുകളുടെ ചാർജിങ് സ്റ്റേഷനാണ്. വർക്കാവും എന്നുള്ളത് നോക്കിയേക്കാം. യെസ്, സംഭവം വർക്കിംഗ് ആണ്, ഓണാണ്. കമ്പാരിറ്റീവ്ലി ഇവിടെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞൊരു കാര്യം ഫ്യൂവൽ പ്രൈസ് കൂടുതലാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഫ്യൂവൽ അടിച്ചപ്പോൾ നേരത്തെ ഫില്ല് ചെയ്തതിനേക്കാൾ ഇച്ചിരി ഫ്യൂവൽ റേറ്റ് കൂടുതലാണ്. എനിക്ക് ഇലക്ട്രിക് വണ്ടി ഇല്ലാത്തത് കൊണ്ടും ഞാൻ അതിന് ഫ്യൂവൽ അടിക്കാൻ ചാർജ് ചെയ്യാറില്ലാത്തത് കൊണ്ടും ഇതിൻ്റെ പരിപാടികൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ വർക്കിംഗ് ആണ്. അപ്പം 4 വണ്ടികൾക്ക് അറ്റ് എ ടൈം പാർക്ക് ചെയ്യാം. വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്യുന്ന നേരത്തുനിന്ന് ആരും തന്നെ ഇലക്ട്രിക് വണ്ടികളായിട്ടൊക്കെ വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഏതായാലും ടോട്ടൽ ട്രിപ്പിൻ്റെ ഒരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആൻഡ് മെയിൻ അട്രാക്ഷൻ ആയിരുന്നു ഇത്. ഈ സ്ഥലത്ത് സമയത്ത് തന്നെ എത്താൻ പറ്റി, കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ പറ്റി. ഞങ്ങളുടെ വണ്ടി ഇവിടെ പുറകെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പയ്യെ ഫുഡിങ്ങിനുള്ള പരിപാടി നോക്കണം. അതിനുശേഷം വീണ്ടും യാത്ര തുടർന്ന് യൂക്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്യണത്. ഇവിടെ നിന്ന് ഇനി ഓൾമോസ്റ്റ് 2.5 മണിക്കൂറോട് കൂടിയുള്ള യാത്രയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും അവിടെയും കൂടെ പോയി ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ വൈൻഡപ്പ് ചെയ്യാനാണ് ഇതുവരെയുള്ള പ്ലാൻ. ഓൾ റൈറ്റ്. അപ്പോൾ ഇനി ഞങ്ങൾ അകത്തോട്ട് കയറി ഫുഡ് കുക്ക് ചെയ്യട്ടെ. അപ്പോൾ ഗുഡ് ഈവനിങ് ഗായ്സ്. നമ്മളിപ്പോൾ നല്ല പോരുന്ന യൂക്ലയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ദിസ് ഈസ് കോൾഡ് ദി ഗ്രേറ്റ് OC ബൈറ്റ്. ഇതെന്നെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റിൽ നിന്ന്
വേറെ ഒരു കോണ്ടിനെൻറ്റോ വേറെ ഒരു ഭൂപ്രദേശമോ അടർന്നു പോയപ്പോൾ ഓസ്ട്രേലിയയുടെ ഒരു സ്പ്ലിറ്റ് കാണിക്കുന്ന ഒരു കട്ട് കാണിക്കുന്ന ഒരു വിഷ്വലാണ് ഈ കാണുന്നത്. കടൽ ഇനി അങ്ങോട്ടേ കടലാണ്, ഇവിടെ കൊണ്ട് ഓസ്ട്രേലിയ തീർന്നു. ഞങ്ങൾ ഏതാണ്ട് ഓസ്ട്രേലിയയുടെ ബോർഡർ അല്ലാതെ അതായത് ബീച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ കോസ്റ്റൽ ഹൈവേ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാച്ചുറൽ വണ്ടറാണ്. ദാറ്റ്സ് വൈ വി സ്റ്റോപ്പ് ഹിയർ. ഇനി ഏതായാലും ഞങ്ങൾ യൂക്ലേയിലേക്കുള്ള ഡ്രൈവ് തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു.